ഇത് നോക്കിയേ, കാണാൻ നല്ല രസമല്ലേ? കാണാൻ മാത്രമല്ല കേട്ടോ, കഴിക്കാൻ നല്ല രുചിയുണ്ടായിരുന്നു. വെറുതെ പറയല്ല കേട്ടോ. ദേ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഒരു ചീരയാണ്. ആ ചീര 2 തണ്ട് ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ പറിച്ചെടുത്തു. അത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാള കഷ്ണിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ദേ ചട്ടി വെച്ച് ചൂടായപ്പോൾ കടുക് പൊട്ടിച്ചു. കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. സവാളയുടെ ഒപ്പം കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള നന്നായിട്ട് വഴണ്ടതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ ചീരയും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 സവാള ഇതിലേക്ക് നന്നായിട്ട് പിടിക്കത്തക്ക രീതിയിൽ ചീര ഒന്നുകൂടി വഴറ്റി കൊടുക്കുകയാണ്. അതിന് ശേഷം ഞാൻ അതിലേക്ക് നാളികേരം ചിരകിയതുകൊണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നാളികേരം ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ. മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചിക്കി കൊടുക്കുന്നുണ്ട്. ഇനി ലാസ്റ്റായിട്ട് ഞാൻ ഇതിലേക്ക് ചതച്ച വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞു നമ്മുടെ മുട്ട ചീര ചിക്കിയത്. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. എല്ലാവരും